ഹലോ പ്രൈസ് ലോർഡ്, എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നോ? ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാനും എൻ്റെ സ്നേഹിതൻ മിഷണറി ജെയിംസ് മാത്യുവും കൂടെ സ്വത്രം കോയമ്പത്തൂരിനടുത്തുള്ള മേട്ടുപ്പാളയം എന്ന സ്ഥലത്തേക്ക് ഉള്ള യാത്രയിലാണ്. ആ സമയത്താണ് നിങ്ങളോടൊരു ലഘു സന്ദേശം നൽകാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഞങ്ങൾ വാഹനം നിർത്തിയത്. താഴെ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന എൻ്റെ നാട്, ഗൂഡല്ലൂർ പട്ടണം. വളരെ മനോഹരമായ, ഞങ്ങൾ ഈ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. റോഡ് ഹൈവേ ആണ്, വാഹനങ്ങൾ വരുന്നുണ്ട്. ദൈവത്തിൻ്റെ മഹാകൃപയാൽ അനേക സ്ഥലങ്ങളിൽ സുവിശേഷവുമായി യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടല്ലേ? ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ മിഷൻ ട്രിപ്പിലും അതുപോലെ തന്നെ സുവിശേഷ യാത്രയിലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ട്. ഞാനും ദേവദാസനോട് ഇങ്ങനെ വാഹനത്തിൽ വരുന്ന സമയത്ത് ഞങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ ഡിസ്കസ് ചെയ്തു, ആത്മീയ വിഷയങ്ങൾ സംസാരിക്കും. വരുന്ന സമയത്ത് ശിംശോനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ശിംശോനെക്കുറിച്ച് നിങ്ങൾക്ക് ശിംശോനെ അറിയാമല്ലോ. ജഡ്ജസ്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഈ ശിംശോനെ സംബന്ധിച്ചിടത്തോളം ശിംശോന് നല്ല ആത്മശക്തി ഉണ്ടായിരുന്നൊരു മനുഷ്യനായിരുന്നു. പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി എന്നാണ് ചില ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ആ ഉദ്യമിപ്പിക്കുന്ന സമയത്തൊക്കെ ശിംശോൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ അസാധാരണമായ ദൈവശക്തി ശിംശോനിൽ നിന്ന് പുറപ്പെട്ട് അത് വലിയ സൂപ്പർ പവർ എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കാര്യങ്ങളായിരുന്നു അന്ന് ശിംശോൻ്റെ അമാനുഷിക ശക്തി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനകത്തൊരു ആത്മശക്തിയാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ശക്തി അകത്തുള്ളപ്പോൾ തന്നെ ശിംശോൻ നന്നായിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. അപ്പോൾ തന്നെ ഈ ശിംശോൻ്റെ ശക്തി നഷ്ടപ്പെട്ട ഒരു സമയം നമുക്കറിയാം അല്ലേ? നഷ്ടപ്പെട്ട സമയം. ഈ എല്ലാവർക്കും ഇങ്ങനൊരു സമയമുണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ട്. ചിലർ ആ ശക്തിയിൽ തന്നെ തുടരുന്നവരുണ്ട്. എന്നാൽ ചിലർ ഈ ശക്തി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്കറിയത്തില്ല സംഭവം ശക്തി പോയെന്നുള്ളത്. പിന്നെ ലൈറ്റായിട്ട് അവരിങ്ങനെ ശക്തി ഉള്ളതുപോലെയൊക്കെ കാണിക്കും, പക്ഷെ ഒന്നുമില്ല. എല്ലാ സംഭവം നേരത്തെ പോയി. കാരണം ഒരു പക്ഷേ ബിസിനസ്സിന് വേണ്ടി ശുശ്രൂഷ ചെയ്തവരായിരിക്കാം. ചിലപ്പോൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി. കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ ഞങ്ങളൊരു സംതിങ് ആണ്. ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, എല്ലാ ടീമും പോലെയല്ല ഞങ്ങളുടെ ടീം. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും പറയരുത്. കാരണം അവരിലും ദൈവസാന്നിധ്യമാണ്, നിങ്ങളിലും ദൈവസാന്നിധ്യമാണ്. എന്തായാലും ശിംശോന് തൻ്റെ ശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ശിംശോനെ ഫെലിസ്ത്യർ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഒരു കുടയാനുള്ള ശ്രമം നടത്തി അല്ലേ? കുടയാൻ ശ്രമം നടത്തി. ഒരു കുടയാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് എന്ത് പറയാനോ അനങ്ങാൻ പറ്റുന്നില്ല. കണ്ട സംഭവം കെട്ടിയിടിച്ചു. ഈ കെട്ടും കഴിഞ്ഞ് അവരെ പിടിച്ച് കൊണ്ടുപോയിട്ട് ആദ്യം ചെയ്ത പരിപാടി ഉണ്ടെന്നറിയോ? ഇവനെ പുട്ടും കടല കൊടുക്കാനല്ല കൊണ്ടുപോയത്. ആദ്യം ചെയ്ത പണി അവൻ്റെ രണ്ട് കണ്ണിന് ഓരോ കുത്ത്. കണ്ണുപോയി കേട്ടോ, കണ്ണുപോയി. ഇനിയിപ്പോൾ കണ്ണില്ലല്ലോ. കണ്ണീ ചോരയില്ലാത്ത കാര്യം ചെയ്ത ചില ആൾക്കാരുണ്ട് അല്ലേ? കണ്ണില്ലാത്ത ചില ആളുകൾ, ചിലത് കണ്ടില്ല എന്ന് നടിക്കുന്നവർ കേട്ടോ. അങ്ങനെ കൂടെ ഞാൻ കടത്തി പറയാം. കണ്ണില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേര് അങ്ങനെയുണ്ട്. ചിലരങ്ങനെയുണ്ട്. ചിലരെന്ന് വിചാരിച്ച് എങ്ങനെ അറിയോ? ചില ശുശ്രൂഷകളായിക്കോട്ടെ, ചില മിനിസ്ട്രി ആയിക്കോട്ടെ, ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരുപാട് പരിപാടികൾ. അവർക്കൊരു പക്ഷേ ചിന്തിക്കാൻ കഴിയുന്നില്ല, എന്നെ ദൈവം കാണുന്നുണ്ടല്ലോ, കർത്താവ് കാണുന്നുണ്ടല്ലോ, ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ ദൈവം കാണുന്നുണ്ടല്ലോ എന്നുള്ള ബോധ്യം പോലും അവർക്കില്ല. കാരണം എന്നറിയോ? കണ്ണുപോയി. അതാ പ്രശ്നം. കണ്ണില്ലാത്തതുകൊണ്ട് ഇപ്പം എന്താ പരിപാടി എന്നറിയോ? ഇപ്പം ശിംശോൻ മാവാട്ടിക്കൊണ്ടിരിക്കുക. മാവാട്ടിലാണ് ഇപ്പം പണി. ശിംശോൻ മാവാട്ടുവാണേലും ചിലർ മാവാട്ടുകയല്ല, ചിലർ മില്ല് തന്നെ തുടങ്ങി. മാവാട്ടുന്ന മില്ലേ തുടങ്ങി ചിലർ. സ്തോത്രം. മറ്റു ചിലർ അങ്ങനെയല്ല. ചിലർ മാവാട്ടുന്നില്ല, ചിലർ പൊടിച്ചു കൊടുക്കും. ചിലർ ലൈറ്റായിട്ട് ചെറുതായിട്ടൊക്കെ ഉള്ളു. സ്തോത്രം. കാരണം എന്താ പറയുക, ഈ ദർശനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അധികം നേരം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ എല്ലാം പിൻപിൽ
എന്തെങ്കിലും ഒരു വെച്ച് കെട്ടിട്ടാവും. നമ്മൾ രഹസ്യത്തിൽ ചെയ്യേണ്ട ഒരുപാട് ശുശ്രൂഷകളുണ്ട്. അറിയാമോ? നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമോ? രഹസ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ശുശ്രൂഷകളുണ്ട്. പരസ്യമായി നമ്മൾ ചെയ്യേണ്ട ഒരുപാട് ശുശ്രൂഷകളുണ്ട്. ഇത് രണ്ടും തിരിച്ചറിഞ്ഞേ നമ്മൾ ശുശ്രൂഷിക്കാവും. ദൈവത്തിന് സ്തോത്രം. രഹസ്യത്തിൽ ചെയ്യേണ്ട ചില ശുശ്രൂഷകൾ നാം പരസ്യത്തിൽ ചെയ്യുക. അതുകൊണ്ട് എന്ത് പറ്റുക? ദൈവനാമം ദുഷിക്കപ്പെടുകയാണ്, അല്ലേ? ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ഒരു സ്നേഹിതനാണ്. ഇപ്പം പുള്ളി മിനിസ്ട്രിയിലൊന്നുമില്ല. പുള്ളി ഒരു 5 പേർക്ക് 4 കിലോ അരി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാൻ വേണ്ടി പുള്ളി പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ചത് കേട്ടോ. പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാനെന്തായാലും ചിന്തിച്ച്, ദൈവമേ, ഇത് രഹസ്യത്തിൽ ചെയ്യേണ്ടതാണല്ലോ, ഇവനെന്താ ഇത് പരസ്യമാക്കിയത്? അവനോട് ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയടാ? അമ്മ പറഞ്ഞ്, അല്ല 10 പേര് അറിയണ്ട നമ്മളെ കൊടുക്കുന്നുള്ളത്. ഷടാ കേട്ടോ. ഇന്നിപ്പോൾ അവൻ മിനിസ്ട്രി പോലും ഇല്ല കേട്ടോ. മിനിസ്ട്രി പോലും ഇല്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, ദൈവവചനത്തിന് വെളിച്ചത്തിൽ ഞാൻ പറയാം. നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യേണ്ടത് രഹസ്യത്തിൽ തന്നെ ചെയ്യണം. ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ചെങ്കിൽ, നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് പറഞ്ഞത്. നിങ്ങൾ എവിടെ, നിങ്ങളെ വീട്ടിൻ്റെ അകത്ത് പോയി, അല്ലെങ്കിൽ ആരും അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, സ്തോത്രം, ഒരു മനുഷ്യനറിയില്ല. പക്ഷെ ദൈവത്തിനറിയാം. ഞാൻ ആളുടെ പേര് ഞാൻ പറയത്തില്ല, എങ്കിലും ഞാൻ പറയാം. ഒരു രഹസ്യത്തിൽ ചെയ്തൊരു സംഭവം. ആമേശ്വരത്തിന് 20 പേരുള്ളൊരു അച്ഛൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം, ഞാൻ ഒരു പ്രാവശ്യം എവിടെയോ മിനിസ്ട്രിക്ക് പോകാൻ നേരത്ത് ഒരു 40,000 രൂപ വിലയോളമുള്ള തുണിത്തരങ്ങൾ എൻ്റെ കയ്യിൽ എത്തിച്ചു തന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞറിയാം, ഒറ്റ കുഞ്ഞിനോട് മുണ്ടിയേക്കെന്ന് പറഞ്ഞു. ഇത് ദൈവദാസൻ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് കൊടുത്തോണം. ഞാനത് കൊണ്ട് കൊടുത്തത് അതിനേക്കാളും ട്രിക്കിലാണ് കൊണ്ട് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഞാനാണ് കൊണ്ടുചെന്നെന്ന് അറിയാത്ത രീതിയിൽ ആ സാധനം അവിടെ എത്തിച്ചു. രഹസ്യത്തിൽ ചെയ്യണം. രഹസ്യത്തിൽ കാണുന്ന പിതാവ്. ശിംശോനെ നോക്കിയേ, രണ്ട് കണ്ണുമില്ല. എല്ലാം ഈ ദൈവശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് കണ്ണില്ല, ദർശനമില്ല, മങ്ങി എന്നൊക്കെ വേണേൽ പറയാം നമുക്ക്. പക്ഷേ നിങ്ങൾ നോക്കിയേ, ശിംശോൻ്റെ ദയനീയമായ ലൈഫ് നോക്കിയേ. അവിടെ മാവാട്ടിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് സ്വോത്രം പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഈ പവർ തിരിച്ചു കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാവാട്ടിലാണ് പണി. ഇടയ്ക്കിടയ്ക്ക് സ്വോത്രം പറയും, ഹല്ലേലൂയ പറയും, പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ ബാസൊക്കെ കൂട്ടി പറയുന്നുണ്ടാവും. പക്ഷേ സംഗതി വർക്ക് ചെയ്തില്ല. അവസാനം പുള്ളിക്ക് തന്നെ മനസ്സിലായി, ഈ പരുവത്തിൽ പോയാൽ ഞാൻ മിക്കവാറും ഈ മിസ്രൈം അല്ലെങ്കിൽ ഈ ഫെലിസ്തീർക്ക് മുഴുവനും ഞാനിപ്പം ഒരു മാവാട്ടുന്ന കമ്പനി തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യത്തിൽ തീരുമാനമാക്കണം എന്ന് പറഞ്ഞ് ഈ ശിംശോൻ എന്ത് ചെയ്യുന്നറിയോ? ശിംശോൻ നേരെ ദൈവത്തോട് പറയാം, കർത്താവേ, ഒറ്റ പ്രാവശ്യം കൂടെ അതുകൊണ്ടോ ഇല്ലേ? നിങ്ങൾ ആ ഭാഗം വായിച്ചിട്ടുണ്ടോ? ആ ഒരൊറ്റ പ്രാവശ്യം ദൈവശക്തി അവൻ്റെ മേൽ വന്നു. അവനായി ഇരുന്ന തൂണും കൊണ്ട് അങ്ങ് എഴുന്നേക്കുമായിരുന്നു. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ കേട്ടോ, രഹസ്യത്തിൽ ചെയ്യേണ്ട ശുശ്രൂഷകൾ, പരസ്യമായി ചെയ്യേണ്ട ശുശ്രൂഷകൾ അതെന്നാണെന്ന് നന്നായിട്ട് തിരിച്ചറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ മിക്കവാറും മാവാട്ടുന്ന ഒരു കമ്പനി തുടങ്ങേണ്ടി വരും. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. രഹസ്യത്തിൽ ചെയ്യേണ്ടത് രഹസ്യത്തിൽ ചെയ്യുകയും പരസ്യമായി ചെയ്യേണ്ട ശുശ്രൂഷകൾ പരസ്യമായി ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു മാവാട്ടുന്ന കമ്പനി തുടങ്ങാൻ പോവുകയാണെന്ന് ഞാൻ പറയാൻ വരിക. അതുകൊണ്ട് ഇന്ന് രാവിലെ പ്രിയരെ, ആ അപകടം നമുക്കുണ്ടാകാതിരിക്കാൻ ഇന്ന് രാവിലെ നമ്മെ തന്നെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഞാനൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഞാനും എന്നോടൊപ്പം ജെയിംസ് മാത്യു എന്ന മിഷണറി ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രരക്ഷിതാവായ യേശു ക്രിസ്തു നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരിച്ചിലേക്ക് അടുത്തത്. കർത്താവേ, ഞങ്ങൾ രഹസ്യത്തിൽ ചെയ്യേണ്ട ശുശ്രൂഷകൾ രഹസ്യത്തിൽ, പരസ്യമായി ചെയ്യേണ്ട ശുശ്രൂഷകൾ പരസ്യമായി ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രഹസ്യത്തിൽ കാണുന്ന ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് പ്രതിഫലം തരുന്നവർക്ക് സ്തോത്രം. അതിനുവേണ്ടി കാത്തിരിപ്പാൻ ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. കൃപജനം ഈ രാവിലെ സമയം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരണം. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, ഞാൻ താമസിക്കുന്ന ഞങ്ങളുടെ പട്ടണമാണ് ഈ താഴെ അങ്ങ് അടിവാരത്ത് കാണുന്നത് കേട്ടോ. ഞങ്ങളൊരു പർവ്വതത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഒരു ടൂറിസ്റ്റ് പ്ലേസാണത്. സൂചിമല എന്ന് പറയും. സൂചിമല ഒരു കുന്നിൻ്റെ മണ്ടലാണ്. അവിടെ നിന്നും പിന്നെയും താഴോട്ട് പോകണം. കുറച്ച് ഇപ്പുറത്തേക്ക് വന്നാൽ ഞങ്ങളുടെ പട്ടണം നിങ്ങൾക്ക് കാണാം. വളരെ മനോഹരമായ, ഏകദേശം 2-3 മലകളുടെ ഇടയിൽ കിടക്കുന്ന മനോഹരമായൊരു സ്ഥലം. താഴത്തെ നല്ല മഞ്ഞുള്ളതുകൊണ്ട്, വെയിലിൻ്റെ കാഠിന്യം കൂടുതലുള്ളതുകൊണ്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. എങ്കിലും ഈ സൈഡിൽ നിന്ന് നോക്കിയാൽ ക്ലിയറായിട്ട് കിട്ടും. ഞങ്ങളുടെ പട്ടണം അവിടെയാണ്. ഞങ്ങളുടെ പട്ടണം അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്.
ഈ പർവ്വതം കയറി ഞങ്ങൾ മേലെ വന്നു. ഇത് ഊട്ടിക്ക് ഒപ്പം സമാന്തരമായിട്ടുള്ള ഒരു മലയുടെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ മിഷൻ ട്രിപ്പ് അടുത്ത ദിവസം തന്നെ ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളെ ശ്രദ്ധിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.